ഹോർമുസ് അടച്ചിട്ട് ഇറാൻ യുഎസും ഇസ്രായേലും നടത്തിയത് വിശ്വാസവഞ്ചനയെന്നും ഇറാൻ. വ്യോമാക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ടത് 47 പേർ. സഞ്ചാരം തടസ്സപ്പെട്ടതിന് തെളിവുകളില്ലെന്ന് യുഎസ്. പേർഷ്യൻ ഗൾഫിന്റെ പ്രവേശന കവാടത്തിൽ കാത്തുകിടക്കുന്നത് 8 കോടിയോളം ബാരൽ അസംസ്കൃത എണ്ണ. 40ഓളം കൂറ്റൻ എണ്ണക്കപ്പലുകൾക്ക് യാത്രാനുമതി വേണം. യുദ്ധത്തിന് മുൻപ് പ്രതിദിനം കടന്നുപോയിരുന്നത് 1.5 കോടി ബാരലിലധികം അസംസ്കൃത എണ്ണ. സമാധാന കരാർ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്ന് യുഎസ് രഹസ്യാന്വേഷണ ഏജൻസികൾ. ട്രംപ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ്. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ടു പോകും. ഈ വർഷം അവസാനം നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ് നെതന്യാഹുവിന് വെല്ലുവിളി. മെലോനി ട്രംപ് പോര് തുടരുന്നു. മെലോനിക്ക് ഇറ്റലിയിൽ പോപ്പുലാരിറ്റി ഇല്ലെന്ന് ട്രംപ്. ആക്രമിക്കുന്നത് ബുദ്ധിഹീനമാണെന്ന് മെലോനി. നിങ്ങളുടെ ജനപ്രീതിയിൽ ശ്രദ്ധിക്കാൻ ട്രംപിന് ഉപദേശം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ രാജിക്കുരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. തിങ്കളാഴ്ച രാജിവെച്ചേക്കും. ലേബർ പാർട്ടിക്കുള്ളിലെ നേതൃത്വ പ്രതിസന്ധിയും രാജ്യത്തെ ആഭ്യന്തര സംഘർഷവും കാരണം. സ്റ്റാമറിന് പകരം ബെൻഹാം പ്രധാനമന്ത്രി പദത്തിലേക്ക്. മമതാ ബാനർജിക്ക് വീണ്ടും കുരുക്ക്. 2 അക്കൗണ്ടുകളിലായുള്ള പാർട്ടിയുടെ 440 കോടി മരവിപ്പിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് വിമത MLA-മാർ. വലിയ തുകയുടെ ഉറവിടം വ്യക്തമല്ലെന്ന് പരാതി. യൂട്യൂബർ തൊപ്പിക്കെതിരെ കേസെടുത്ത് പോലീസ്. അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് നടപടി. IT നിയമപ്രകാരം കേസെടുത്തത് എറണാകുളം റൂറൽ സൈബർ പോലീസ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ നീറ്റ് പരീക്ഷ ഉച്ചയ്ക്ക് ശേഷം. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. രാജ്യമൊട്ടാകെ 5443 പരീക്ഷാ കേന്ദ്രങ്ങൾ. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ രാജ്യം. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നേതൃത്വം നൽകി പ്രധാനമന്ത്രി. രാജ്യമൊട്ടാകെ പരിപാടികൾ. പ്രശസ്ത കവി പത്മശ്രീ P. നാരായണക്കുറുപ്പിന് വിട. സംസ്കാരം വൈകിട്ട് 3:30 തൈക്കാട് ശാന്തി കവാടത്തിൽ. വിടവാങ്ങിയത് സാഹിത്യരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. വിവാദങ്ങൾക്കിടെ അമ്മ ജനറൽ ബോഡി ഉടൻ. അൻസിബിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായേക്കും. സംഘടനയിൽ നിന്ന് നീതി നിഷേധമെന്ന് ഉണ്ണി ശിവപാൽ. ലോകാത്ഭുതമായി ട്രംപിന്റെ പുതിയ ആകാശ കൊട്ടാരം. 3300 കോടി രൂപയുടെ പുതിയ എയർഫോഴ്സ് 1 പുറത്തിറക്കി. വിമാനത്തിനുള്ളിൽ മിനി സർജറി റൂമും അത്യാധുനിക കോൺഫറൻസ് ഹാളും. ട്രംപിന് ഖത്തറിന്റെ സമ്മാനം. അമീർ ഖാന്റെ 3ാം വിവാഹം ജൂലൈ 5-ന് വധു വെൽനസ് ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഗൗരി സ്പ്രാറ്റ്. ലളിതമായ ചടങ്ങുകളോടെ രജിസ്റ്റർ വിവാഹം നടക്കും. ഗൗതം ഗംഭീറിനെതിരെ പുതിയ ആരോപണവുമായി ശ്രീശാന്ത്. തന്നെ രാജ്യദ്രോഹിയെന്ന് വിളിച്ചു. സംഭവം ലെജൻഡ്സ് ലീഗ് ക്രിക്കറ്റ് മത്സരത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.